This video is especially for 90s kids. ഇന്ന് എനിക്ക് എൻ്റെ പഴയ ഒരു ബാഗിൽ നിന്ന് 2 പ്രഷ്യസ് ഐറ്റംസ് കിട്ടി. ടാ ഓട്ടോഗ്രാഫ്സ്. അപ്പം തൊട്ട് ഇത് വായിച്ച് നൊസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഞാൻ. ഈ ഫസ്റ്റ് ഇരിക്കുന്ന എൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ്, മറ്റേത് എൻ്റെ +1 +2 ഓട്ടോഗ്രാഫാണ് കേട്ടോ. ഏതാണ്ട് ഒരു 11 വർഷത്തെ പഴക്കമുണ്ട് ഈ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിന്. ഇത് അന്നാളത്തെ ഭയങ്കര ട്രെൻഡി ഓട്ടോഗ്രാഫ് ആയിരുന്നേ. കാരണം ഇതാണ്, ഇത് മുൻവശം, ഇത് മുൻവശം, ഇത് മുൻവശം, ഇത് മുൻവശം, അങ്ങനെ 2 മുൻവശങ്ങളുണ്ട് ഈ ഓട്ടോഗ്രാഫിന്. പണ്ട് ഞാൻ തന്നെ സൂക്ഷിച്ചു വെച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ നിന്ന് വാങ്ങി വെച്ച എൻ്റെ 5ാം ക്ലാസ്സിലത്തെ ഫോട്ടോയുടെ കോലമാണിത്. ഇക്കാര്യത്തിലൊക്കെ ഞങ്ങളുടെ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോഗ്രാഫ് അലൗഡ് അല്ലായിരുന്നു. അന്നൊക്കെ ടീച്ചർമാർ എല്ലാ ബ്രേക്കിനും ഓട്ടോഗ്രാഫ് തപ്പാനായിട്ടായിരുന്നു. എന്നിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് ഹെഡ് മാസ്റ്ററിനെ ഏൽപ്പിക്കുമായിരുന്നേ. ഈ മിസ്സുമാരെ കാണുമ്പോൾ ഞങ്ങൾ ഓട്ടോഗ്രാഫ് വിൻഡോ ഒന്ന് പുറത്തിട്ടിടും, എന്നിട്ട് ബ്രേക്ക് കഴിയുമ്പോൾ പോയി എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഈ ഓട്ടോഗ്രാഫ് ഒത്തിരി സർവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇമെയിൽ ഐ ഡി എന്താന്ന് പോലും അറിയാത്ത ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് ഇമെയിൽ ഐ ഡിയാണിത്. അന്നത്തെ കാലത്ത് ഏതൊരു ഓട്ടോഗ്രാഫ് എടുത്താലും ഈ വിശാല മനസ്സേ വിരോധമരുതേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം, ഒരു 10 പേജിലെങ്കിലും കാണൂട്ടോ. ഈ കുത്തിവര ട്രെൻഡില്ലേ, ഇത് ഞാനൊരു കുട്ടിയുടെ ഓട്ടോഗ്രാഫിൽ വരച്ചിട്ട് അവളുടെ പുതിയ ഓട്ടോഗ്രാഫിൽ കുത്തി വരച്ചൊന്നും ഉണ്ടാക്കി കുച്ചു കരഞ്ഞു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗൈസ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ഓട്ടോഗ്രാഫ് എന്താണെന്ന് പോലും അറിയുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ല, ഇപ്പോഴും ഉണ്ട് ഈ ഓട്ടോഗ്രാഫൊക്കെ. എന്തായാലും നിങ്ങൾ പോയി നിങ്ങളുടെ പഴയ ഓട്ടോഗ്രാഫ് ഒന്ന് തപ്പി പിടിക്കുക. ഞാൻ പോവാം. ബൈ.